അപ്പോൾ ഇന്നൊരു മുൾട്ടാനി മൾട്ടിയുടെ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഒരു ചെറിയ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ബഞ്ചാർ റസിൻ്റെ മുൾട്ടാനി മൾട്ടി ചേർത്ത് കൊടുത്തു, നല്ലോണം മിക്സ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ആവശ്യത്തിന് ഇത് ഇറിറ്റേഷൻ ഉള്ളവർ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യേണ്ട, മുൾട്ടാനി മൾട്ടിയും തക്കാളിയും മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. എനിക്ക് മഞ്ഞൾപ്പൊടി ഇഷ്ടമല്ല, എന്നാലും അതിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. നേരത്തെ ഒരു സ്മെല്ലുണ്ടായിരുന്നു, കുഴപ്പമില്ല. പിന്നെ ഇത് ഒരു 20 മിനിറ്റ് വെച്ചാൽ പോരാ കേട്ടോ. പിന്നെ ഒരു മണിക്കൂറിനകത്ത് ഇത് നല്ലോണം ഒന്ന് മുഖത്തൊന്ന് നല്ലോണം ഉണങ്ങി, ഈ മുൾട്ടാനി മൾട്ടി ഉണങ്ങി പിടിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഞാൻ ഉണങ്ങുന്നതിന് മുന്നേ ഞാനിത് കഴിക്കണം, കാരണം എനിക്ക് ഒട്ടും സമയമില്ലെന്ന് ലേറ്റായതുകൊണ്ട് ഞാൻ അത്ര നേരം വെച്ചിട്ടില്ല. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ കഴിക്കളഞ്ഞു. ഇതെനിക്ക് റോഡിൽ നിന്ന് കിട്ടിയതാണ്, ഒരു കുഞ്ഞി പൂച്ച. അപ്പം തള്ള പാലൊന്നും കൊടുക്കാതെ ഭയങ്കരമായിട്ട് റോഡ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ വണ്ടികളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത്, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ആകെ ഭയങ്കര ഒരു കണ്ടപ്പോൾ എനിക്കെന്തോ വണ്ടി ഇടിച്ചെന്തായാലും പറ്റിയല്ലോ, അതിനെക്കൊണ്ട് ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതിന് പറ്റിയ പേരുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്തേക്കാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ. പിന്നെ ഇത് മുഖം കഴുകിയതിന് ശേഷമാണ് വീഡിയോ എടുത്തില്ലാന്ന് ഓർമ്മിച്ചത്. സമയമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എനിക്ക് ആ ചിന്ത പോയില്ല. അപ്പം ആഫ്റ്റർ എഫക്റ്റ് ഇതാണ്. പക്ഷെ നല്ലോണം ഡ്രൈ ആവുന്നതിന് മുന്നേ ഞാനിത് കഴുകിക്കളഞ്ഞു. പിന്നെ ഇതിനെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയിട്ട് വേണം, പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാൻ. അപ്പോൾ ഞാനിവിടെ അമ്മയുടെയും അനിയത്തിയുടെ അടുത്ത് വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ജോലിക്ക് പോകുന്നത്. പിന്നെ ഇതിന് പറ്റിയൊരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യണേ. അപ്പം ലവ് യു ആൻഡ് ബൈ ഗൈസ്.